നമസ്കാരം. ടുഡേ അറ്റ് മലപ്പുറത്തിലേക്ക് സ്വാഗതം. പെരിന്തൽമണ്ണ തേക്കിൻകോട് കിണറ്റിലെ പാറ പൊട്ടിക്കുന്നതിനിടെ സ്ഫോടനം. ഇതര സംസ്ഥാന തൊഴിലാളി മരിച്ചു. തമിഴ്നാട് സ്വദേശി രാജേന്ദ്രനാണ് മരിച്ചത്. പതിറ്റാണ്ടുകളായി രൂക്ഷമായ കുടിവെള്ള പ്രശ്നം അനുഭവിക്കുന്ന മൂച്ചിക്കുണ്ട് കോളനി നിവാസികൾ നഗരസഭയിലേക്ക് മാർച്ച് നടത്തി. കോളനിയിലേക്കുള്ള 5 കുടിവെള്ള പദ്ധതികൾ പാതിവഴി നിർത്തിവെച്ചതിലും നിലവിലെ കിഫ്ബി കുടിവെള്ള പദ്ധതി നടപ്പാക്കാത്തതിലും പ്രതിഷേധിച്ചാണ് മൂച്ചിക്കുണ്ട് വരവ് എന്ന പേരിൽ കോളനി നിവാസികൾ നഗരസഭയിലേക്ക് മാർച്ച് നടത്തിയത്. ഒമാനിലെ സലാലയിൽ വാഹനാപകടത്തിൽ മലയാളി മരിച്ചു. മലപ്പുറം പാണ്ടിക്കാട് വടക്കേങ്ങര മുഹമ്മദ് റാഫിയാണ് മരിച്ചത്. ജോലി ചെയ്യുന്ന കടയിൽ നിന്നും സ്കൂട്ടിയിൽ സാധനം ഡെലിവറി ചെയ്യാനായി പോകുന്നതിനിടെ മറ്റൊരു വാഹനം വന്ന് ഇടിക്കുകയായിരുന്നു. മലപ്പുറം താനൂർ ഓലപ്പീടികയിൽ യുവതിയെ വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. ഒറങ്ങാട്ട് റുബിതയാണ് മരിച്ചത്. കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിൽ അങ്ങാടിപ്പുറം പോളിടെക്നിക് കോളേജിന് സമീപം റോഡിൽ നിർത്തിയിട്ട ലോറിയുമായി കാർ കൂട്ടിയിടിച്ചു അപകടം. ഉദുമൽപേട്ടയിലെ ഉരുക്ക് കമ്പനിയിൽ നിന്നും ഇരുമ്പ് വൈദ്യുത കാലുകൾ കയറ്റിവന്ന ലോറിയിലാണ് കാർ ഇടിച്ചത്. ഇടിയുടെ ആഘാതത്തിൽ കാറിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു. അപകടത്തിൽ 5 പേർക്ക് പരിക്കേറ്റു. മേൽമുറി പൊടിയാടിയിൽ കോറിയിൽ വീണ് 2 കുട്ടികൾ മുങ്ങി മരിച്ചു. റജ ഫാത്തിമ ജിയ എന്നിവരാണ് മരിച്ചത്. കുട്ടികളെ കാണാതായതിനെ തുടർന്ന് നടത്തിയ തിരച്ചിലിലാണ് 400 മീറ്റർ അകലെയുള്ള കോറിയിൽ മുങ്ങിക്കിടക്കുന്നത് കണ്ടത്. സ്വകാര്യ ആശുപത്രിയിലെത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. നഗരസഭയിലെ പുറമ്പോക്ക് ഭൂമിയിൽ പ്രവർത്തിക്കുന്ന കമ്പോസ്റ്റ് നിർമ്മാണ യൂണിറ്റിന്റെ പേരിൽ നടന്ന ലക്ഷങ്ങളുടെ അഴിമതി സംബന്ധിച്ച് മനുഷ്യാവകാശ സംഘടനയായ NFPR വിജിലൻസിൽ പരാതി നൽകി. പാലത്തിങ്ങൽ അങ്ങാടിയോട് ചേർന്ന ഭൂമിയിലാണ് 3 വർഷത്തിലധികമായി പരപ്പനങ്ങാടി നഗരസഭയിലേക്കും ജില്ലയിലെ മറ്റു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുമുള്ള റിംഗ് കമ്പോസ്റ്റ് നിർമ്മിക്കുന്നത്. എടയൂർ CK പാറ നൈതലപ്പുറം ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിനു സമീപം പന്നിയുടെ ആക്രമണത്തിൽ വയോധികയുൾപ്പെടെ 4 പേർക്ക് പരിക്ക്. ഹരിദാസൻ, നിർമ്മല, ബീന, തങ്കം എന്നിവർക്കാണ് പരിക്കേറ്റത്. കഴിഞ്ഞ ദിവസം ഹരിദാസന്റെ വളപ്പിലെ വാഴകളും മറ്റു കാർഷിക ഉൽപ്പന്നങ്ങളും പന്നികൾ കൂട്ടമായി എത്തി നശിപ്പിച്ചിരുന്നു. ആദ്യ വേനൽ മഴയിൽ തന്നെ സംസ്ഥാന പാതയിൽ പലയിടത്തും വെള്ളക്കെട്ട് രൂപപ്പെട്ടു. ജലസേചന പദ്ധതിക്കായി പൈപ്പിടാൻ ചാൽ കീറിയതിനു ശേഷം അവശേഷിച്ച മണ്ണ് നീക്കം ചെയ്യാത്തതാണ് കാരണം. നടുവട്ടം കാലടിത്തറയിൽ നിരവധി വീടുകളുള്ള ഭാഗത്ത് മീറ്ററുകളോളം വെള്ളം കെട്ടിക്കിടന്നതോടെ ഇതുവഴി സഞ്ചരിക്കാനാകാതെ യാത്രക്കാരും വീടുകളിലേക്ക് പ്രവേശിക്കാനാകാതെ പ്രദേശവാസികളും പ്രയാസത്തിലായി. ചങ്ങരംകുളം ചിറവല്ലൂർ ആമയത്ത് മിനി പിക്കപ്പ് വാൻ വീടിന്റെ മതിലിലും ഇലക്ട്രിക് പോസ്റ്റിലും ഇടിച്ച് അപകടം. ആമയം സ്വദേശി മൂച്ചിക്കുണ്ടിൽ സമീറിന്റെ വീടിന്റെ മതിലിൽ ഇടിച്ചാണ് അപകടമുണ്ടായത്. അപകടത്തിൽ മിനി പിക്കപ്പ് വാൻ ഡ്രൈവർക്ക് പരിക്കേറ്റു. ചങ്ങരംകുളം കാഞ്ഞൂർ സ്വദേശി അഫ്നാസിനാണ് പരിക്കേറ്റത്. ഇതോടെ ടുഡേ അറ്റ് മലപ്പുറം സമാപിക്കുന്നു. പുതിയ വാർത്തകളുമായി അടുത്ത ദിവസം കാണാം. നന്ദി.